Hi students, memory management next topic ആണ് പറയുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ് ടു ടൈപ്പ് മെമ്മറി അലോക്കേഷനാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനും നോൺ കണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനും. അപ്പം ഹിയർ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിനിങ് അബൌട്ട് കണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ. Contiguous memory allocation, the memory partitioning have two types memory partitioning. First fixed partitioning, then dynamic partitioning. Okay. അപ്പോൾ എന്താണ് ഫിക്സഡ് പാർട്ടീഷനിങ് നോക്കാം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒ എസ് പറഞ്ഞപ്പോൾ ഈ ഒ എസിൻ്റെ ഒരു മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറീൻ്റെ ഒരു പോർഷൻ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒ എസിന് വേണ്ടി ഒ എസ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ മെയിൻ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻ ടു ദ അവൈലബിൾ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് പാർട്ടീഷൻ പറഞ്ഞാൽ ദ ഒ എസിൻ്റെ ഒരു ഫിക്സഡ് പോർഷൻ ഓഫ് മെയിൻ മെമ്മറി is occupied by operating system and the rest of main memory is partitioned into regions with fixed boundaries, and these boundaries never changes. Okay, these fixed partitioning or fixed boundaries, there are two types for fixed partitioning. First one, equal size fixed partition, then unequal size fixed partition. Equal size fixed partitioning and unequal size fixed partitioning. In equal size fixed partitioning, the available main memories make use of equal size partitions. Okay, first നമ്മൾ ഒരു യൂണിറ്റ് ഇപ്പോൾ 8 മെമ്മറി യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ all the partitions have the same size. Okay, that is equal size fixed partitioning. അപ്പോൾ ഈ ഈക്വൽ സൈസ് ഫിക്സഡ് പാർട്ടീഷൻ ആകുമ്പോൾ നമുക്ക് ഒരു പ്രോസസ്സിനെ സേവ് ചെയ്യാം അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഹൂസ് സൈസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ പാർട്ടീഷൻ സൈസ് ക്യാൻ ബി ലോഡഡ് ഇൻ ടു അവൈലബിൾ പോർഷൻ. ഓക്കെ, ഇപ്പോൾ പാർട്ടീഷൻ ഒരു 8 മെമ്മറി യൂണിറ്റ് ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് വരുന്ന പ്രോസസ്സ് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 8 മെമ്മറി യൂണിറ്റ്സ് ആയിരിക്കണം ഓർ ലെസ് ദാൻ ആയിരിക്കണം. അപ്പോൾ 8നേക്കാളും ഗ്രേറ്റർ ദാൻ ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെമ്മറി സ്പേസിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ a process whose size is less than or equal to partition size can be loaded into any available partition. അപ്പോൾ ഈ ഈക്വൽ സൈസ് ഫിക്സഡ് പാർട്ടീഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് വരാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെ വരുന്ന ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാം, ലാർജ് പ്രോസസ്സാണ് വന്നെങ്കിൽ നമ്മൾ പാർട്ടീഷൻ സൈസിനേക്കാളും കുറച്ച് ബിഗ് ആയിട്ടുള്ള പ്രോസസ്സാണ് വന്നത്, പ്രോഗ്രാമോ പ്രോസസ്സോ ആണ് വന്നെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അവൈലബിൾ മെമ്മറി പാർട്ടീഷൻ്റെ അകത്തേക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ സെക്കൻഡ്, എ പ്രോസസ് മേ ബി ടു സ്മോൾ. നമ്മൾ വരുന്ന പ്രോസസ്സ് നമ്മുടെ പാർട്ടീഷൻ സൈസിനേക്കാളും ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം ഓർ എററാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 8 മെമ്മറി യൂണിറ്റ്സ് ഉള്ള ഒരു പാർട്ടീഷനാണെങ്കിൽ ബട്ട് അവിടേക്ക് വരുന്ന ഒരു പ്രോസസ്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 മെമ്മറി യൂണിറ്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ ബാക്കി റിമൈനിങ് 6 മെമ്മറി യൂണിറ്റ്സ് ഈ പാർട്ടീഷൻ്റെ ഉള്ളിൽ തന്നെ എന്താവും, വേസ്റ്റായി വരിക. ഇപ്പോൾ 8 മെമ്മറി യൂണിറ്റ്സ് വരുന്നൊരു പാർട്ടീഷനാണ് ബട്ട് ആ വരുന്ന പ്രോസസ്സിൻ്റെ സൈസ് ആകെ 2 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ റിമൈനിങ് 6 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ പാർട്ടീഷൻ്റെ ഉള്ളിൽ വേസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെമ്മറി വേസ്റ്റ് വരുന്നതിന് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ, പാർട്ടീഷൻ സ്പേസിൽ ഇൻറ്റേർണലായിട്ട് ഒരു മെമ്മറി വേസ്റ്റഡ് സ്പേസ് വരിക. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ സൈസ് പാർട്ടീഷന് വരുന്ന 2 ഡിഫിക്കൽട്ടീസ് ആണ്. ഒന്ന്, പ്രോഗ്രാം മേ ബി ടു ബിഗ് ടു ഫിറ്റ് ഇൻ ടു എ പാർട്ടീഷൻ. നമ്മൾ വരുന്ന പ്രോസസ്സിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവൈലബിൾ പാർട്ടീഷൻ സ്പേസിലേക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സെക്കൻഡ് പറഞ്ഞാൽ എ പ്രോസസ് മേ ബി ടു സ്മോൾ ആകുമ്പോൾ there is a wasted space internal to a fragmentation, and this wasted space is known as internal fragmentation എന്ന് പറയും. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബൈ യൂസിങ് അൺഈക്വൽ സൈസ് ഫിക്സഡ് പാർട്ടീഷൻ. രണ്ടാമത്തെ ടൈപ്പ് പാർട്ടീഷനാണ് അൺഈക്വൽ സൈസ് ഫിക്സഡ് പാർട്ടീഷൻ. അൺഈക്വൽ ഫിക്സഡ് പാർട്ടീഷൻ പറഞ്ഞാൽ നമ്മൾ അവൈലബിൾ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ മെയിൻ മെമ്മറി നമ്മൾ എന്തിന് കുറേ ഫിക്സഡ് പാർട്ടീഷൻസ് തന്നെയായിരിക്കും ബട്ട് ആ പാർട്ടീഷൻ്റെ സൈസ് ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല, അൺഈക്വൽ ആയിട്ടില്ല. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ടുള്ള ഈ സൈസസ് ആയിട്ടുള്ള പാർട്ടീഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 2 ആണെങ്കിൽ അടുത്ത 4 ആയിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സൈസ് മെമ്മറി പാർട്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വരുന്നൊരു കാര്യം തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പ്രോസസ്സ് വരുന്ന പ്രോസസ്സിൻ്റെ സൈസ് എന്താണോ ആ സൈസിനോട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന ഒരു പോർഷൻ നോക്കിയിട്ട് അതിന് വേണ്ടി അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 3 യൂണിറ്റ്സ് ഉള്ളൊരു മെമ്മറി ഒരു പ്രോസസ്സാണ് വന്നതെങ്കിൽ നമുക്ക് അത് ഇറ്റ് ഈസ് ബെറ്റർ
അസൈൻ ടു എ 4 മെമ്മറി യൂണിറ്റ്സ് ദിസ് ഏരിയ. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഈ 4 മെമ്മറി യൂണിറ്റ്സിൽ ഈ ഒരു പാർട്ടീഷനിലേക്കാണ് നമ്മൾ വരുന്നൊരു 3 യൂണിറ്റിലൊരു പ്രോസസ്സിന് അസൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന മെമ്മറി വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറവായിരിക്കും. അതായത് നമുക്ക് 2-നകത്തേക്ക് എന്തായാലും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് ദ പ്രോസസ് സൈസ് ഇസ് 3 യൂണിറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ പ്രോസസ്സിൻ്റെ സൈസുമായിട്ട് അടുത്ത് വരുന്ന ഒരു പോർഷൻ, മെമ്മറി പോർഷൻ ഏതാണോ അവിടേക്ക് നോക്കിയിട്ട് നമുക്കതിന് ആ ഒരു പ്രോസസ്സിനെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദി അഡ്വാൻറ്റേജ് ദാറ്റ് പ്രോസസ് ആർ ഓൾവേസ് അസൈൻഡ് ഇൻ എ വേ ടു മിനിമൈസ് വേസ്റ്റഡ് മെമ്മറി വിത്തിൻ എ പാർട്ടീഷൻ. ഒരു പാർട്ടീഷനുള്ളിൽ മെമ്മറി സ്പേസ് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ മെമ്മറീനെ എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫിക്സഡ് പാർട്ടീഷൻ്റെ ഡിസഡ്വാൻറ്റേജസാണ് പറയുന്നത്, നമുക്ക് എത്ര പ്രോസസ്സിന് മെയിൻ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മെയിൻ മെമ്മറിയിൽ എത്ര പാർട്ടീഷൻസ് ഉണ്ടോ അത്രയും സാധിക്കും. അതായത് ഹൗ മെനി ഫിക്സഡ് പാർട്ടീഷൻസ് അല്ലെ ഹൗ മെനി പാർട്ടീഷൻ സൈസ് നമ്മൾ മെയിൻ മെമ്മറി ഉണ്ടോ അത്രയും പ്രോസസ്സിന് മാത്രമേ, ലിമിറ്റഡ് പ്രോസസ്സിന് മാത്രമേ നമുക്ക് അറ്റ് എ ടൈമിൽ മെമ്മറി അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ബിക്കോസ് പാർട്ടീഷൻ സൈസ് ആർ പ്രസൻറ്റ് അറ്റ് സിസ്റ്റം ജനറേഷൻ ടൈം, സ്മോൾ ജോബ്സ് വിൽ നോട്ട് യൂട്ടിലൈസ് പാർട്ടീഷൻ സ്പേസ് എഫിഷ്യൻ്റ്ലി. ഇല്ല, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബൗണ്ടറീസ് ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന പ്രോസസ്സ് എത്ര സ്മോൾ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടീഷൻ സൈസ് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 2 സ്മോൾ പ്രോസസ്സാണ് വന്നതെങ്കിൽ അത് എഫിഷ്യൻ്റായിട്ട് ആ മെമ്മറി സ്പേസ് യൂട്ടിലൈസ് ചെയ്യാതെ അവിടെ മെമ്മറി വേസ്റ്റേജ് വരുന്ന ഒരു കേസ് നമുക്ക് എന്തായാലും ഫിക്സഡ് പാർട്ടീഷനിനകത്ത് ഉണ്ടാവും. ഇത്രയാണ് ഫിക്സഡ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഉള്ളത്.